കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ കൗമാരങ്ങളുടെ കലാപ്രകടനങ്ങൾ അരങ്ങേറുമ്പോൾ ഒരുപാട് കൗതുകങ്ങളുണ്ട്. ഒരു 68 വർഷം പിന്നിലേക്ക് പോയാൽ 1958 സംസ്ഥാന സ്കൂൾ കലോത്സവം നമുക്ക് നൽകിയത് രണ്ട് വലിയ പ്രതിഭകളെയാണ്. ഒന്ന് ഗാനഗന്ധർവൻ യേശുദാസിനെയും മറ്റൊന്ന് മലയാളിയുടെ ഭാവഗായകൻ പി ജയചന്ദ്രനെയും. അന്ന് ഇരിങ്ങാലക്കുട നാഷണൽ ഹൈസ്കൂളിലെ ജയചന്ദ്രൻ എന്ന വിദ്യാർത്ഥി മൃദംഗവാദ്യത്തിൽ ഒന്നാമതെത്തി. പള്ളൂരത്തിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ യേശുദാസ് എന്ന വിദ്യാർത്ഥി വായ്പാട്ടിൽ ഒന്നാമതെത്തി. സമാപന സമ്മേളനത്തിൽ ഒന്നാമതെത്തിയവർ ചേർന്ന് ഒരു സംഗീത കച്ചേരി അവതരിപ്പിച്ചു. പിന്നീട് ഇരുവരും ചരിത്രത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. അന്നത്തെ ആ ഭാവഗായകൻ്റെ നാട്ടിൽ വീണ്ടും കലോത്സവം എത്തുമ്പോൾ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മകൾ ലക്ഷ്മി. 58 അച്ഛന് മൃദംഗത്തിനും ലൈറ്റ് മ്യൂസിക്കിനും ഫസ്റ്റ് കിട്ടി. ആ സമയത്ത് അച്ഛന് പോവാൻ മടിയായിരുന്നു. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിലുള്ള അച്ഛൻ്റെ മാഷുണ്ട്, രാമനാഥ മാഷ് എന്ന് പറഞ്ഞിട്ട്, ആളാണ് പിടിച്ച് വലിച്ച് കൊണ്ടുപോയത്. പോവാൻ മടിയായിരുന്നു, പനിയൊക്കെ നടിച്ച് കളിക്കുകയായിരുന്നു, അവിടെ കിടക്കുകയായിരുന്നു ഭാഗത്ത്, ഞാൻ വരില്ല പറഞ്ഞിട്ട്. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഈ യുവജനോത്സവത്തിൽ പങ്കെടുപ്പിച്ച്, അതാണ് എന്നോട് അച്ഛൻ പറഞ്ഞ ഓർമ്മകൾ. ഈ കലോത്സവം എന്ന് ഇപ്പോഴാണ്, നമ്മൾ പോയിട്ടില്ല ഇതുവരെ, പക്ഷെ കേൾക്കുന്നുണ്ട് പേരൻസ് തമ്മിൽ അടിയും പിള്ളേർ തമ്മിൽ ലോബിയും. അപ്പം അച്ഛൻ പറയും ഇതെന്താ ഇങ്ങനൊരു കൾച്ചർ ആയത്, ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് പേരൻസ് ഇൻവോൾവ് ആവില്ല, പിള്ളേരെ മാഷുമാർ കൊണ്ടുപോയിട്ട് അതാത് സ്കൂളിലെ പിള്ളേരെ കൊണ്ടുപോയിട്ട് പാടിപ്പിക്കും. മൃദംഗം പഠിച്ചോളാൻ അമ്മ പറഞ്ഞു, പക്ഷെ പാട്ടിലായിരുന്നു കൂടുതൽ. പക്ഷേ ശാസ്ത്രീയമായിട്ട് പോകാനൊന്നും വലിയ ക്ഷമയൊന്നും ഇല്ലാത്ത ആളാണ്. മദ്രാസിൽ ചെന്നപ്പോൾ, പാട്ടിന് വേണ്ടി ചെന്നപ്പോൾ മാഷിനെ കണ്ട് മാഷ് പറഞ്ഞു, നീ ക്ലാസിക്കൽ പഠിക്കുക എന്ന് പറഞ്ഞു. ക്ലാസിക്കൽ പഠിക്കുക, ബാലമുരളികൃഷ്ണയുടെ അവിടെ പോക്കുമെന്ന്. അപ്പോൾ സാറിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് 2 ദിവസമേ പോയുള്ളൂ. 3-ാം ദിവസം അവിടുത്തെ ഒരു ടീച്ചറെ വിളിച്ചിട്ട് ചെന്നൈ കറങ്ങി നടന്നു. അതാണ് അച്ഛനൊരു ചട്ടക്കൂട്ടിൽ അങ്ങനെ ഇതാവാൻ. മൃദംഗം മാത്രം അങ്ങനെ ചെയ്തു, പക്ഷേ പാട്ട് അതെന്തോ ദൈവം കൊടുത്തൊരു സ്പാർക്ക്. തലമുറകൾ മാറുമ്പോഴും കലോത്സവത്തിൻ്റെ ആവേശം മാറുന്നേയില്ല. ജയചന്ദ്രനെ പോലെയുള്ള പ്രതിഭകൾ പാടിത്തീർത്ത വഴികൾ പുതിയ തലമുറക്ക് എന്നും ആവേശം തന്നെയാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് കലോത്സവം എത്തുമ്പോൾ ആ ഭാവഗായകൻ പാടിത്തീർത്ത വേദികൾ വീണ്ടും സ്മരിക്കപ്പെടുകയാണ്. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.